ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോൺ അല്ലെങ്കിൽ ഐപാഡ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലുമാഫ്യൂഷൻ എന്നാണ് ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഒരുപാട് പേർ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് എല്ലാം യൂസ് ചെയ്താണ്. അതിനാൽ തന്നെ ലുമാഫ്യൂഷനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായി ലുമാഫ്യൂഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. പ്ലസ് ഐക്കൺ ടു ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് നെയിം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മൈ പ്രൊജക്റ്റ് എന്ന് മാറ്റി പ്രൊജക്റ്റ് 1 എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ ഫ്രെയിം റേറ്റ് എല്ലാം ചേഞ്ച് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ആസ്പെക്റ്റ് റേഷ്യോ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റിലുള്ള വീഡിയോസ്, അതായത് 16:9 എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ്. അതുപോലെ 9:16 എന്നത് ഷോർട്സിന് വേണ്ടിയെല്ലാം വരുന്ന ഫോർമാറ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ വരുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് എല്ലാം യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഈ ഫ്ലവർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ക്യാമറ റോൾ ഓപ്പൺ ചെയ്ത് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് സെലക്ട് ചെയ്തു. എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് കോർണറിൽ ടോപ്പിലായി ഇതിൻ്റെ പ്രിവ്യൂ ലഭിക്കും. അതിനാൽ തന്നെ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ഇത് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ആണോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇനി ഈ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ എഡിറ്റിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ എഡിറ്റിംഗ് ഫീൽഡിലേക്ക് ഈ വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഡിജിറ്റൽ ക്യാമറയിൽ നിന്നെല്ലാമാണ് എടുക്കേണ്ടത് എങ്കിൽ ആദ്യം ആ വീഡിയോസ് നമ്മുടെ ഐപാഡ് അല്ലെങ്കിൽ ഐഫോണിലെ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ ഫ്ലവർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫയൽസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പോവുക. ഫയൽസ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ലിങ്ക് ടു ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എവിടെയാണോ വീഡിയോ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഉള്ളത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്താൽ നമുക്ക് ആ വീഡിയോസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വീഡിയോ കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതുപോലെ വീഡിയോ സെലക്ട് ചെയ്ത് എവിടെയാണ് ഈ ബ്ലൂ ലൈൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് താഴെ കാണുന്ന ഈ സിസർ ഓപ്ഷൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. വീണ്ടും വീഡിയോ ഡ്രാഗ് ചെയ്ത് എവിടെ വരെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അവിടെ ബ്ലൂ ലൈൻ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഈ സിസർ ഐക്കൺ യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി കട്ട് ചെയ്ത ഈ പോർഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സെലക്ട് ചെയ്ത പോർഷൻ ഈ വീഡിയോയിൽ നിന്നും ഡിലീറ്റ് ആയത് കാണാം. ഇനി ഞാൻ ഇവിടേക്ക് ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് അതിൽ ഡബിൾ ടാപ്പ് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വീഡിയോയിൽ ഓഡിയോ എവിടെ മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനായാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ആഡ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഗ്രാഫിൽ നോക്കി ഓഡിയോ റെക്കോർഡ് ചെയ്ത പോർഷൻ കാണാൻ സാധിക്കും. ആദ്യത്തെ വീഡിയോയിൽ ഇവിടെ ഓഡിയോ സ്ട്രൈറ്റ് ബ്ലൂ ലൈനായാണ് ഇരിക്കുന്നത്. അതിനാൽ ഇതിൽ ഓഡിയോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു ഓഡിയോഗ്രാഫ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നത് കൊണ്ട് തന്നെ എഡിറ്റിംഗ് സ്പീഡ് വളരെ പെട്ടെന്നാക്കുന്നതിനും ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കും.
ഇനി വീഡിയോയിൽ നിന്ന് നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓഡിയോയുടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്നും ഓഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ കാണുന്ന ഗ്രീൻ നിറത്തിൽ വന്നതാണ് സെപ്പറേറ്റ് ചെയ്ത ഓഡിയോ. ഇനി നമുക്ക് വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി വീഡിയോ സെലക്ട് ചെയ്യുക. താഴെ ഒരു പ്ലസ് ഐക്കൺ വരുന്നതാണ്, ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഓവർലേ ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയ്ക്ക് മുകളിലായി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫീൽഡ് വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നമുക്ക് എവിടെയാണോ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്കിത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈ ആരോയിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോയുടെ ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ടൈറ്റിൽ ആഡ് ചെയ്യുന്നതിന് താഴെ ടി അല്ലെങ്കിൽ ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ വീണ്ടും ടി എന്നതിൽ നമുക്ക് പ്രസ് ചെയ്യാം. അതിനുശേഷം സ്ക്രീനിൽ വന്നിരിക്കുന്ന യുവർ ടെക്സ്റ്റ് ഹിയർ എന്നതിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ടെക്സ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി സൈസ് എന്ന ഒരു ഓപ്ഷൻ ടൂളുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം സാധിക്കും. ഇതിന് മുകളിലായി ഇതിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇതിന് വേണ്ട ഒപ്പാസിറ്റിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് എല്ലാം സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ തന്നെ റൈറ്റ് ടോപ്പ് കോർണറിലായി നമുക്ക് പ്രീസെറ്റ് ചെയ്ത ഒരുപാട് എഫക്ട്സ് എല്ലാം കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫോണ്ടിന് വേണ്ട എഫക്ട്സ് അല്ലെങ്കിൽ ഡിസൈൻ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഇതിൻ്റെ സ്റ്റൈൽസ് എല്ലാം ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്യാം. അടുത്തതായി ഇവിടെ കളർ ആൻഡ് എഫക്ട്സ് എന്നൊരു ടൂളുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് കളർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കളർ എഫക്ട്സ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് എങ്ങനെയാണ് ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പ്ലസ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ട്രാൻസിഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ ക്രോസ് ഡിസോൾവ് എന്നൊരു ട്രാൻസിഷൻ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒരു സ്റ്റാർ ഐക്കൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് വേണ്ട ട്രാൻസിഷൻ എഫക്റ്റ് എല്ലാം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സ്ലൈഡ് അപ്പ് റൈറ്റ് എന്ന ട്രാൻസിഷൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ട്രാൻസിഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് ആ ട്രാൻസിഷൻ വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് ആഡ് ചെയ്ത ഈ ടെക്സ്റ്റിൽ ഷേപ്പ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഈ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ പ്ലസ് ഐക്കൺ കാണാം, ഇതിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് വേണ്ട ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ റൗണ്ട്, ഇങ്ങനെ ആരോ, ഏത് ഷേപ്പാണ് നമുക്കിതിന് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഡയമണ്ട്, ഒരുപാട് ഷേപ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബോക്സ് ടൈപ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ ഫേസ് കളർ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ലെയർ ഇത് മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് ഇവിടെ പ്രസ് ചെയ്ത് ഇത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഒരു ബോക്സ് ടൈപ്പിൽ അടിപൊളിയായി നമ്മുടെ ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ നമ്മുടെ മറ്റു വീഡിയോകളിലേക്കെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ സേവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ഇവിടെ ഈ സ്റ്റാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനൊരു പേര് കൊടുക്കാം. ഞാൻ ഈ ടൈറ്റിലിന് സ്റ്റൈൽ ബ്ലാക്ക് എന്ന് കൊടുത്ത് സേവ് ചെയ്യുകയാണ്.
ഇങ്ങനെ സേവ് ചെയ്ത ടൈറ്റിൽസ് നിങ്ങൾക്ക് മറ്റു വീഡിയോകളിലും ഈസിയായി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓഡിയോയ്ക്ക് വീഡിയോയ്ക്ക് എങ്ങനെ ഇഫക്ട്സ് കൊടുക്കാമെന്ന് നോക്കാം. ഇഫക്റ്റ് യൂസ് ചെയ്ത് വീഡിയോയ്ക്ക് കളർ ഗ്രേഡിംഗ് എല്ലാം ചെയ്യാം. അതുപോലെ ഓഡിയോയ്ക്ക് വേണ്ട അടിപൊളി ഇഫക്ട്സ് എല്ലാം ആഡ് ചെയ്യാം. ഇഫക്ട്സ് ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഇഫക്ട്സ് ആഡ് ചെയ്യേണ്ട വീഡിയോയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അതുമല്ലെങ്കിൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ വന്നിരിക്കുന്ന പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രീസെറ്റായി കുറേ കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ലഡ്സ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ എഫക്റ്റ് എല്ലാം ചേഞ്ച് ചെയ്യാം. ഇനി ഈ കളർ പ്രീസെറ്റിൽ ആദ്യമായി കാണുന്ന ഈ ഓപ്ഷൻ, ഇത് ഒറിജിനൽ എന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് താഴെ കിട്ടുന്ന ഓപ്ഷൻസ് വച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, വൈബ്രൻസ് എല്ലാം എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടുകയാണ്. അതുപോലെ കുറച്ച് സാച്ചുറേഷനും മോഡിഫൈ ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എഫക്ട്സ് എല്ലാം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതാക്കാം. അതുപോലെ ഇനി ഓഡിയോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓഡിയോയുടെ ഇഫക്ട്സ് എല്ലാം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇഫക്ട്സ് സേവ് ചെയ്തു വച്ചാൽ പിന്നീട് വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതേ ഇഫക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ അവ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കൊടുത്ത ഇഫക്റ്റ് മറ്റു വീഡിയോകളിലേക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഇഫക്റ്റ് കൊടുത്ത വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇനി ക്ലിപ്പ് ബോർഡ് പ്രസ് ചെയ്യുക. ഇവിടെ കോപ്പി എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ പ്രസ് ചെയ്തതിന് ശേഷം ഏതെല്ലാം വീഡിയോസിനാണ് നമുക്ക് ഈ ഇഫക്റ്റ് കൊടുക്കേണ്ടത് അവ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ 3 വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്ലിപ്പ് ബോർഡ് പ്രസ് ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ക്ലിപ്പിൽ വന്നിരിക്കുന്ന ഇഫക്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത മറ്റ് 3 വീഡിയോസിനും ആഡ് ചെയ്തു. ഇങ്ങനെ ഈ കോപ്പി പേസ്റ്റ് ടെക്നിക്കിലൂടെ ഈസിയായി നമുക്ക് ആദ്യത്തെ ക്ലിപ്പിൽ കൊണ്ടുവന്ന ഇഫക്റ്റ് മറ്റ് ക്ലിപ്പുകളിലേക്കും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും. അടുത്തതായി വീഡിയോ എഡിറ്റിംഗ് ടാബിൽ വന്നിരിക്കുന്ന ഫീച്ചറാണ് സ്പീഡ് ആൻഡ് റിവേഴ്സ്. സ്പീഡ് ആൻഡ് റിവേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ വീഡിയോ സ്ലോ മോഷനിൽ എല്ലാം പ്ലേ ചെയ്യണമെങ്കിൽ സാധിക്കും. അതുപോലെ ഈ റിവേഴ്സ് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ റിവേഴ്സായി പ്ലേ ആകും. ഇനി ഈ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂവി, ഓഡിയോ ഓൺലി ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മൂവി എന്നാണ്. ഫോട്ടോസിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ മൂവി സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇവിടെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതെല്ലാം കറക്റ്റായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ഇതെല്ലാമാണ് ലുമാഫ്യൂഷനിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ ഗൈസ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.